അതിന്റെ 39-ാമത്തെ വാക്യം വായിക്കാം. आज सुबह हम परमेश्वर के वचन से एक आयत पढ़ेंगे, मरकोस का सुसमाचार 4:39. 4 अध्याय उसके 39वां वचन। അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. तब उसने उड़कर आंधी को डांटा, കടലിനോട് അനങ്ങാതിരിക്ക അടങ്ങുക എന്ന് പറഞ്ഞു. और पानी से कहा शांत रह, थम जा। കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. और आंधी थम गई और बड़ा चैन हो गया। ഞാൻ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ള ചിന്താഗതിയിൽ അല്പം വ്യത്യാസമായിട്ടാണ് ഇന്ന് പറയാൻ താല്പര്യപ്പെടുന്നത്. आप जो सोच रहा है उसी से थोड़ा से बदल कर मैं आज बातें करना चाहता हूँ। നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ ഭൂമിയിലാക്കിയത് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്യാനാണ്. हमारा प्रभु यीशु मसीह हमें इस धरती पर इसलिए रखा है कि हम परमेश्वर के लिए कुछ कार्य करें। നമ്മള് തിരുവചനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങള് ആയിരക്കണക്കിന് ദൈവദാസന്മാരുടെ ശബ്ദം കേൾക്കുന്നവരാണ്. हम परमेश्वर के वचनों से हजारों परमेश्वर के दास लोगों के द्वारा परमेश्वर की आवाजें सुन रहे हैं। പക്ഷെ അവരുടെ ജ്ഞാനം കൊണ്ടും അറിവ് കൊണ്ടും വചനം പഠിപ്പിക്കുന്നുണ്ട്. लेकिन ज्ञान और जैसे समझ के द्वारा परमेश्वर के वचन को सिखाने वाला भी है। പക്ഷേ അവർക്കൊരു തലവേദന വന്നാൽ പ്രാർത്ഥിക്കുന്നുണ്ട്. लेकिन अपने सिर दर्द होएगा तो प्रार्थना भी करते। കാലിനൊരു വേദന വന്നാൽ ആശുപത്രിയിലോട്ട് ആദ്യം ഓടിപ്പോയേച്ച് പിന്നെ പറയും കർത്താവ് സൗഖ്യമാക്കിയത്. पैर में अगर दर्द होएगा तो तुरंत हॉस्पिटल में भागता है, वहां जाके दवाई लेने के बाद कहता है कि प्रभु ने चंगाई किया। എന്നാൽ ഞാൻ ഇന്ന് വ്യത്യസ്തമായ രീതിയിലാണ് പറയുന്നത്. लेकिन मैं उससे भी थोड़ा अलग रीति से बातें करता हूँ। കർത്താവ് അക്കരയ്ക്ക് പോകാൻ പ്ലാൻ ചെയ്തു. प्रभु यीशु मसीह उस पार जाने के लिए योजना बनाया। കഴിഞ്ഞ ദിവസം തോമസ് പാസ്റ്റർ ഒരു കാര്യം പ്രസംഗിച്ചായിരുന്നു, ഈ ദരിദ്രരായവരുടെ കാര്യം. गया दिन थॉमसन पास्टर ने संदेश दिया था कि जो आत्मा में जो दरिद्र है उनके बारे में। ദുഃഖിക്കുന്നവരെ, വേദനിക്കുന്നവരെ, വിശക്കുന്നവരെ, ദാഹിക്കുന്നവരെ കണ്ടിട്ട് ഒരാള് പറയുക നിങ്ങളാ ഭാഗ്യമുള്ളവരെന്ന് പറഞ്ഞാൽ അതിൽ പരം പോഷകരമായ ഒരു വാക്കില്ല. അദ്ദേഹം ഓർപ്പിച്ച അങ്ങനെയാണ്. थॉमसन पास्टर ने ये बातें बताया है कि जैसा भूखा लोग है और गरीब लोग है, कंगाल लोग है, दुखी में है, जो रोते हैं, उनको देख के तुम धन्य है करके कहेगा तो उससे भी मूर्खता का कोई शब्द नहीं है करके बोली। ആ വാക്കിനോട് അതല്ല, ആ വാക്കിനോട് അനുകരിക്കത്തക്ക ഒരു കാര്യമാണ് ഈ രാത്രിയിൽ ദൈവം എനിക്ക് തന്ന് രാവിലെ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. उसी के साथ हमें मिलजुल कर एक वचन परमेश्वर ने रात को मुझे दिया है, वो मैं आज आप लोगों के साथ बांटना चाहता हूँ। മനുഷ്യ ബുദ്ധിയിൽ എത്താത്തതാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. मानुषिक बुद्धि में जो सोच नहीं सकता हुआ बातें हैं परमेश्वर के वचन में लिखा हुआ। ഒരു സമുദ്രത്തോട് കൽപ്പിക്കുക അടങ്ങുക, അനങ്ങരുത് എന്ന് പറയുന്നു. जो हमें समुद्र है जो पानी से आज्ञा देता है कि तुम थम जा, रुक जा। അത് 107 സങ്കീർത്തനത്തിൽ അതിന്റെ 25 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. 107 സങ്കീർത്തനത്തിന്റെ 25 വാക്യത്തിൽ 107 സങ്കീർത്തനം 25 അവൻ കൽപ്പിച്ചു, കൊടുങ്കാറ്റടിപ്പിച്ചു, അത് അതിലെ തിരമാലകളെ പൊങ്ങുമാറാക്കി. 107 वचन संगीता उसका 25वां आयत में ऐसा लिखा है कि क्योंकि वह आज्ञा देता है, वह प्रचंड बयार उड़कर तरंगों को उड़ती है। അപ്പൊ ദൈവം തമ്പുരാൻ പറയാതെ ലോകത്തിൽ ഒരു പ്രകൃതിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. तो परमेश्वर के कहने के बिना इस संसार के कोई वातावरण कुछ भी नहीं कर सकता है। അപ്പൊ ദൈവം കൽപ്പിക്കണം എന്ത് സംഭവിക്കണം എന്നുള്ളത്. परमेश्वर आज्ञा देना चाहिए कि क्या होना चाहिए। അപ്പോൾ ദൈവത്തിന്റെ ആജ്ഞ അനുസരിക്കുന്നവരായിരിക്കണം ഭൂമിയിലെ സകലതും. तो परमेश्वर के आज्ञा के अनुसार चलने वाला होना चाहिए धरती का सब कुछ। ഞാന് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. मैं प्रार्थना करते हुए एक तरिया है। അത് 149 സങ്കീർത്തനത്തിൽ 6 മുതൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. 149 6 മുതൽ 149 आमेन भजन संगीता
159 उसके 4 वचन से कुछ लिखा है। 6 മുതൽ അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും उनके कंठ से ईश्वर की प्रशंसा हो അവരുടെ കയ്യിൽ ഇരുവായത്തുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. और उनके हाथों में दोधारी तलवार भी रहे। അടുത്തതാണ് എന്റെ പ്രാർത്ഥനാ വിഷയം. दूसरा है जो 7वां आयत है मेरा प्रार्थना विषय, ജാതികൾക്ക് പ്രതികാരം കൊടുക്കണം, कि वे अन्य जातियों से पलटा ले सके വംശങ്ങൾക്ക് ശിക്ഷ നടത്തണം, और राज्य राज्य के लोगों को काटना दे അവരുടെ രാജാക്കന്മാരെ ചങ്ങലയാൽ ബന്ധിക്കണം, और उनके राजाओं को संघोलों से, അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പ് വിലങ്ങുകളാൽ ബന്ധിക്കണം, और उनके प्रतिष्ठित पुरुषों को लोहे के भेड़ियों से झगड़ा रखे। എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തണം. यहाँ पर जो लिखा हुआ वैसा ही करना चाहिए അതവന്റെ സകല ഭക്തന്മാർക്കും ബഹുമാനമാണ്. और उनको ठहराया हुआ दंड दे, उसके सब भक्तों के ऐसी ही प्रतिष्ठा होगी। അത് തന്റെ ഭക്തന്മാർക്ക് ബഹുമാനമാണ്. ये परमेश्वर के भक्तों के लिए जो आदर है, जो प्रतिष्ठा होगी। അപ്പൊ ആ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. उसी भाग में खड़ा होकर मैं बात करना चाहता हूँ। യോസേപ്പിന്റെ ജീവിത ചരിത്രം പ്രസംഗിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. जोसेफ के जीवन चरित्र के बारे में भाषण देने के लिए सभी लोगों को अच्छा लगता है। ദാനിയേലിനെ കുറിച്ച് പഠിപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. दानियल के बारे में सिखाने के लिए भी सभी को बहुत अच्छा लगता है। പൗലോസിനെ കുറിച്ച് പഠിപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. पौलुस के बारे में बोलने के लिए भी सभी को बहुत अच्छा लगता है। പഠിപ്പിക്കുന്നവരോട് ചോദിക്കുക നിന്റെ അനുഭവം എന്താന്ന് ചോദിച്ചാൽ, जो सिखाने वालों से अगर ये कहे कि उनसे ये पूछे कि तुम्हारे अनुभव क्या है, എന്റെ അനുഭവത്തിലൊന്നുമില്ലെങ്കിലും ഞാൻ മറ്റുള്ളവരെ അങ്ങ് പഠിപ്പിക്കുക. मेरा अनुभव में अगर कुछ भी नहीं है तो भी मैं दूसरों के बारे में सिखाता हूँ। പല ദൈവദാസന്മാര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. कई सारे प्रभु के दास लोग कहते हुए मैंने सुना है। പക്ഷെ നിങ്ങൾ പ്രസംഗിച്ചിട്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ കാണിക്കുന്നെന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളെ നോക്കണ്ട ദൈവത്തെ നോക്കിയാ മതിയല്ലോ എന്ന് പറയുന്നത്. हाँ पास्टर, आप तो भाषण देता है लेकिन आप ऐसा क्यों करता है करके पूछेगा तो वो बोलेगी ये हमको मत देखो, परमेश्वर को देखो। സഹോദര പത്രോസ് പറയുന്നു ഞങ്ങളെ നോക്ക്. लेकिन पत्रोस ने ऐसा कहता है कि तुम लोग हमारी ओर देखो। അവനെ കണ്ട് അനേകർ ക്രിസ്തുയേശുവിലേക്ക് വന്നു. उनको देखकर बहुत सारे लोग प्रभु यीशु मसीह में आया। നമ്മളെ കണ്ട് ആരെങ്കിലും ക്രിസ്തുവിൽ വരണം. हमें देखकर कोई मसीह में आना चाहिए। നമ്മളെ കണ്ട് ചിലര് വരുന്നില്ല എന്ന് വരികയും നമ്മുടെ സുവിശേഷം വരെ വൃദ്ധമാണ്. हमें देखकर अगर लोग विश्वास में प्रभु में नहीं आ रहा है तो हमारा सुसमाचार का काम व्यर्थ होता है। ഇന്നലെ വൈകിട്ട് എന്റെ മരുമോനും അമ്മയും കൊച്ചുമോളും കൂടി ഇവിടെ വീട്ടിൽ വന്നു. कल जो शाम को हमें मेरा जवाई और उनके मम्मी और छोटे बच्चों के साथ मेरे घर पे आया। എന്റെ കൊച്ചുമോള് ഇനി 15 വയസ്സാകാൻ പോവാ, ഇനി 9 അവൾ ഇന്നലെ ചോദിച്ചു അമ്മച്ചിയുടെ പേരെന്തുവാന്ന് ചോദിച്ചു. प्रेज़ द लॉर्ड। पास्टर के जो पोती है वो 15 साल की होने वाला, भी 9वीं क्लास में है, लेकिन उसने ये पूछा नानी का नाम क्या है पूछा। അപ്പൊ ഈ 14 വയസ്സ് വരെ കുഞ്ഞിന് വല്യമ്മച്ചിയുടെ പേരറിയത്തില്ല. ये 14 साल तक ये पोती को अपने नानी के नाम मालूम नहीं। ഞാനും ഇരുന്ന സഭകളിലെല്ലാം ഞാൻ വിട്ടുപോരാ നേരത്ത് ചോദിക്കും പാസ്റ്ററെ അമ്മാമ്മയുടെ പേരെന്തുവാണ്. मैं भी वैसा था, जब जिस कलीसिया में सेवकाई करके वहां से जो विदा लेने के समय वहां के लोग पूछता है प्रेज़ द लॉर्ड पास्टर आपका पत्नी का नाम क्या है। പിന്നെ ഞാനും ഭാര്യയുമായിട്ടുള്ള ആ സ്നേഹവും ബന്ധവും അവര് കാണുന്നുണ്ട്, പക്ഷെ പേരറിയത്തില്ല. मैं और मेरा पत्नी के साथ कैसा प्रेम करता है, कैसा व्यवहार करता है, ये सब कुछ लोग देखते हैं लेकिन उनको नाम मालूम नहीं। ഇതുവരെയുള്ളത് പറയാം, ഞങ്ങളുടെ കുടുംബജീവിതം കണ്ട് കുടുംബജീവിതം ധന്യമാക്കിയ നിരവധി പേരെ എനിക്ക് നേരിട്ടറിയാം. मुझे कई लोगों को ऐसा जो मैं जानता हूँ कि मेरा परिवार को देखकर मेरा परिवार कैसा चलता है वो देखकर उसका परिवार ठीक किया हुआ कई लोगों को मैं जानता हूँ। നമ്മളെ കണ്ട് ചിലർ കർത്താവിലേക്ക് വരണം. हमें देखकर कई लोग मसीह में आना चाहिए। ഇന്നലെ ഞങ്ങളൊരു ഫലിതം പറഞ്ഞു.
कल मैं ऐसा एक कहावत बोला है। എടീ ഞാൻ അങ്ങ് പോയാൽ നീ എന്തോ എടുക്കുമെന്ന് ചോദിച്ചു. पास्टर पत्नी से पूछा है कि मैं जाने के बाद आप क्या करेंगे? നീ പോയി മരുമോടെ കീഴെ നിൽക്കേണ്ടി വരും, അവള് നിന്നെ പീഡിപ്പിക്കുമെന്ന് ഞാൻ പറഞ്ഞു. मैंने बोला तुम बहू के पास जाके रहना पड़ेंगे, तुमको उन्होंने सताएंगे। അപ്പം എന്റെ ഭാര്യ പറയാ അവൾ എന്നെ പൊന്നുപോലെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. तब पास्टर के वाइफ ने ऐसा बोला है, मेरा बहू मुझे एकदम मैं सोने के मावत एकदम बहुत अच्छा संभालेगी। ഒരു മരുമോളെ കുറിച്ച് ഒരു അമ്മായിയമ്മ അങ്ങനെ പറയണമെങ്കിൽ അവളിൽ നിന്ന് ചില അനുഭവങ്ങൾ വേണ്ടായോ? बहू के बारे में अगर सास ऐसा जो कहता है, अच्छी बातें कहता है, तो उनसे कुछ अनुभव वो पाया होगा। എന്റെ ശബ്ദം കേൾക്കുന്നവരെ, നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകണം. मेरे सुनने वाले प्रियो, हम यीशु मसीह के बारे में कहने के समय हमारे जीवन में भी कुछ अनुभव होना जरूरी है। മുതല് കൊടുത്തു വാങ്ങണം ദൈവകൃപ. सॉरी, മുതല് കൊടുത്തു വാങ്ങണം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെട്ട് അനുഭവിച്ച് ദൈവകൃപ പ്രാപിക്കണം. किराए देकर खरीदना है, मतलब तकलीफ उठाकर जो अनुभव को प्राप्त करना चाहिए। 40 വർഷം കഴിഞ്ഞു സഭയുടെ ശുശ്രൂഷ ആരംഭിച്ചിട്ട്. कलीसिया का सेवकाई जो शुरू करके 40 साल हो चुका है। ഈ വർഷത്തെ ട്രാൻസ്ഫർ എനിക്ക് 4 ഓർഡർ കിട്ടി. ये साल का हमें जो ट्रांसफर है, दूसरा कलीसिया में जाने के लिए 4 ऑर्डर मिला है। ഇപ്പോൾ 5ാമത്തെ ഓർഡറിലാണ് ഇപ്പൊ കർത്ത വേല ചെയ്യുന്നത്. अभी 5वां जो ऑर्डर में, अभी 5वां जो हमें जगह के लिए जो मिला हुआ है, वहां पर सेवकाई कर रहा हूँ। ഞാൻ 85 ഗോദറയിൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. 85 85 में जो गोधरा में सेवकाई के लिए उतरा है। എന്റെ മകൾക്ക് അന്ന് 10 മാസത്തെ വയസ്സേ ഉള്ളൂ, 1 വയസ്സ് തികഞ്ഞില്ല. पास्टर के बेटी उस समय जब 10 महीना का था, वो 1 साल भी नहीं हुआ है। അപ്പൊ എന്റെ ഭാര്യയുടെ പ്രായം അറിയാം, മനസ്സിലായല്ലോ. तो पास्टर का पत्नी का उम्र आपको समझ में आया होगा। ഇങ്ങനെ വെളിയിലോട്ട് നോക്കിയിരിക്കും, സൂര്യ ഒരു പ്രകാശം വീഴുന്നു എന്ന്. जैसे बाहर देख के बैठेंगे सूरज का उजाले के लिए, കാരണം നേരം വെളുത്തു കഴിഞ്ഞാൽ ദിനകൃത്യങ്ങൾക്ക് പോകാൻ ഒക്കത്തില്ല. क्योंकि अगर दिन उदय होता है, जो अपना रोज के अपने कामों के लिए निकल नहीं पड़ता है। ഗോദറയിലെ റെയിൽവേയുടെ കൽക്കരി ചണ്ടി കൂട്ടിയിട്ടിരിക്കുന്ന മറവാണ് അന്നത്തെ ഞങ്ങളുടെ ലാട്രിൻ. प्रेज़ द लॉर्ड, जैसे गोधरा में जो हमें कोयला का जो डाल के रखा है ट्रेन में जलाने का, उसी के बाजू में है हमारा जो बाथरूम जाना या सुबह का काम करना। അങ്ങനെ ഞാൻ 4 വർഷം ശുശ്രൂഷ ചെയ്തു ഗോദറയിലും വൽസാടിലുമായിട്ട്. ऐसा हमें 4 साल वहां पर सेवकाई किया है। അതിനേക്കാൾ ഗതികെട്ട ഒരു സ്ഥലത്താണ് ഇപ്പൊ ഞങ്ങളെ ആക്കിയേക്കുന്നത്. अभी हम जो पहुंच गया है, उससे भी बहुत बेकार एक जगह में पहुंच गया है। തോമസ് ഭാഷയുടെ അതിന്റെ വീഡിയോ ഉണ്ട്. പക്ഷേ മറ്റാറും കൊടുക്കല്ലേ, എന്റെ IPC മുടക്കും. ദൈവത്തിന് സ്തോത്രം. എവിടെ വിട്ടാലും പോകും. हमें कहां पर भी भेजेगा तो जाऊंगा, എങ്ങോട്ട് പോകണം പോകും. कहां पर भी जाने के लिए बोलेगा तो वहां जाएगी। അതത്ര നിൽക്കട്ടെ. ഇവിടെ വായിച്ചു, കാറ്റ് അടങ്ങി, കടല് അടങ്ങുക, ശാന്തമാകുക എന്ന് അതിനോട് അമർച്ചയായി പറഞ്ഞു. हमें यहाँ पर हम देखते हैं, हमें प्रभु ने जैसा कहा है कि हमें आंधी को ढाटा और पानी से कहा है कि शांत और रह, थम जा, तभी वो शांत होगी। സംഭവം പറയാനുണ്ട്. सॉरी, കാരണം ഒരു സംഭവം അവിടെ വരാൻ പോവാ. उसके कारण एक बड़ा संभव होने वाला है। ഈ കടല് താണ്ടി അപ്പുറത്ത് എന്നാൽ ഗദരദേശമാ വരുന്നത്. ये समुद्र पार होके उस पार जाएंगे, वहां पर जो गदर देश में जा रहा है। ഭൂതം ബാധിച്ച ഒരു മനുഷ്യൻ അവിടെ ഉണ്ട്. वहां पर हमें जो शैतान से घेर लिया हुआ एक व्यक्ति वहां पड़े हैं। അവനിലുള്ള ഭൂതഗ്രഹസ്ഥൻ എന്നാണ് വായിക്കുന്നത്. ആ ഭൂതത്തിന് അറിയാം യേശു അവിടെ ചെന്നാൽ അതിനെ പുറത്താക്കുമെന്ന്. जो व्यक्ति के शरीर में जो शैतान पकड़ा हुआ है, भूत पकड़ा हुआ है, वो जानते हैं कि यीशु मसीह वहां जाएगा तो उन्हें डांटेंगे। 7ാം വാക്യത്തിൽ 2ാം ഭാഗം വായിക്കുന്നു, ദൈവത്താണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അശുദ്ധാത്മാവേ ഇവനെ വിട്ട് പുറത്തു പോകാൻ പറഞ്ഞു. हम 5वां अध्याय उसके 7वां आयत में कहते हैं,
ये ऊंचे शब्द से चिल्लाकर कहा, आमीन, जो यीशु परम प्रधान എട്ടാമത്തെ के വാക്യം എട്ടാം परमेश्वर, വാക്യം എട്ടാം വാക്യം എട്ടാം വാക്യം क्योंकि उसने उनसे कहा था कि ये अशुद्ध आत्मा इस मनुष्य से निकल जा। അപ്പൊ ഈ ദുരാത്മാവിന് അറിയാം കർത്താവ് അവിടെ വന്ന് അതിനെ പുറത്താക്കുമെന്ന്. ये दुष्ट आत्मा जानते हैं कि प्रभु यीशु मसीह वहां आएगा तो उन्हें वहां से निकालेंगे। അപ്പോൾ യേശുവിനെ കടലിൽ വെച്ച് തന്നെ മുക്കിക്കൊല്ലാമെങ്കിൽ അവൻ അവിടെ ഇരിക്കാം. तो यीशु मसीह को उस समुद्र में रख के भी उसको डुबा के खत्म करने के लिए ये दुष्ट आत्मा चाहता। നമ്മൾ പ്രസംഗിക്കുന്ന മോശ ജനിച്ചാൽ യാക്കോബിനോടും അബ്രഹാമിനോടും പറഞ്ഞതായ പ്രവചനം നിവർത്തിയാകുമെന്ന് പിശാചിനറിയാം. हाँ, प्रेज़ द लॉर्ड। हम जानते हैं कि जब मूसा जन्म हो जाएगा तो अब्राहम और इसहाक याकूब से परमेश्वर ने जो वायदा किया है उस वायदा पूरी हो जाएंगे, ये दुष्टात्मा या शैतान जानते थे। അബ്രഹാമിനോട് പറഞ്ഞു നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് താമസിക്കുമെന്ന്. तो अब्राहम को बोला है कि तुम्हारे जो परंपरा है, तुम्हारे पीढ़ी पराये देश में रहेंगे। ആ ജനത്തെ കൊണ്ടുവരാൻ മോശയെ ഒരുക്കിയിട്ടുണ്ടെന്ന് ദൈവം അബ്രഹാമിനോട് അന്നേ പറഞ്ഞു വെച്ചതാ. उन्हीं लोगों को वहां से लौटाने के लिए मूसा को परमेश्वर पहले से नियुक्त किया है। ये बातें अब्राहम को कह के रखा था। മോശയാണ് ജനിച്ചത്, അപ്പോൾ 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊല്ലണം ഉടനെ. इन इसराइलियों को बचाने के लिए जो मूसा जन्म हो गया है, उसी कारण 2 साल के नीचे के सभी बच्चों को खत्म करने के लिए राजा ने आज्ञा दी। ഇസ്രായേലിന് ഒരു രക്ഷകൻ പിറക്കുമെന്നുള്ളത് അന്നേ പറഞ്ഞു വെച്ചതാ. इसराइल में एक उद्धारकर्ता जन्म होने वाला है, ये बातें पहले से परमेश्वर कह चुके। അത് യേശുവാണെന്ന് പിശാചിന് മനസ്സിലായതുകൊണ്ട് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഇല്ലായ്മ വരുത്താൻ നോക്കി. आमीन। वो आने वाला उद्धारकर्ता यीशु मसीह है करके शैतान जाना है, इसलिए उनका जन्म से पहले से उन्हें खत्म करने के लिए योजना बनाई। യേശുവിന്റെ വളർത്തുമകനായ യോസേപ്പോ മറിയയുടെ വീട്ടുകാരോ അവരെ രണ്ടുപേരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. आमीन। जो यीशु मसीह को जो बढ़ाया है या पालन पोषण करने के लिए नियुक्त किया, जोसेफ और उनको जन्म दिया हुआ मरिया, दोनों को अपने घरों से निकाल दिया। അവരെ സ്വീകരിച്ച് അംഗീകരിച്ചായിരുന്നെങ്കിൽ വീട്ടിൽ പ്രസവം നടക്കത്തില്ലായിരുന്നോ? आमीन। उनको अगर स्वीकार करके उनके घरों में ये सब कुछ सुविधा करेगा तो कुछ समस्या होता था। അപ്പൊ അതിന് പുറകിൽ ഒത്തിരി ചരിത്രം കിടപ്പുണ്ട്. तो उनके पीछे बहुत कुछ इतिहास पड़ा है। അപ്പൊ ജനിച്ചപ്പോൾ തന്നെ ഒരു സ്ഥലം തനിക്ക് കിട്ടിയില്ല. आमीन। यीशु जन्म होने के समय उनके लिए एक जगह नहीं मिला। ഇനി രാജാവ് കൽപ്പന കൊടുത്തു 2 വയസ്സിന് താഴെയുള്ള എല്ലാത്തിനും തട്ടിയേക്കാൻ പറഞ്ഞു. वहां राजा ने यही आज्ञा दिया है कि 2 साल के नीचे के सभी बच्चों को खत्म किया जाए। അപ്പൊ പിശാചിനറിയാം നടക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന്. जो शैतान जानते हैं कि होने वाला बातें क्या है। എന്നെയും നിങ്ങളെയും ദൈവം ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോൾ പിശാച് അതിന്റെ തന്ത്രങ്ങളും മെനയും. मुझे और आपको परमेश्वर इस्तेमाल करना शुरू करेंगे, उसके विरुद्ध शैतान योजनाएं बनाएंगे। ഒരിക്കൽ പൗലോസിന് ഒരു ദർശനമുണ്ടായി അവിടെ പോയി സുവിശേഷം അറിയിപ്പാൻ. एक बार पौलुस को ऐसा एक दर्शन मिला है कि एक जगह में जाके सुसमाचार बताने അവിടെ के लिए। പറയുന്നു സാത്താൻ എന്നെ തടഞ്ഞു. तो पौल कहता है कि उस शैतान ने मुझे रोक दिया है। ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെ വേലയുണ്ടാകണം. एक जगह में जाएगा तो वहां सेवकाई होना है। ആ വേലയ്ക്ക് തടസ്സങ്ങളുണ്ട്. वो सेवकाई के लिए कई सारी रुकावटें होती हैं, എന്നാൽ അതിനെ ജയിച്ച ശക്തി ദൈവം നമുക്ക് തരും. लेकिन उसके ऊपर विजय पाने वाला सामर्थ्य परमेश्वर हमें देगा। ആ ശക്തി പ്രാപിക്കാനാ ദൈവം നമ്മളെ വിളിച്ചത്. उस सामर्थ्य को प्राप्त करने के लिए परमेश्वर ने हमें बुलाया है। ഇതേ വിഷയം തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. इसी विषय लूका का सुसमाचार 8वां आयत में लिखा हुआ है। അതിന്റെ 26-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, उसका 26वां आयत में ऐसा लिखा है, അവർ ഗലീലയ്ക്ക് നേരെ ഗദരേന്യ ദേശത്തെ അണഞ്ഞു. फिर वे 26-ാം വാക്യം गेरसेनियों 8-ന്റെ के देश 26. में पहुंचे जो उस पार गलील के सामने है। അപ്പോൾ അതിന്റെ 23-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് 23वां आयत से ऐसा लिखा है, അവൻ ഉറങ്ങിപ്പോയി തടാകത്തിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി എന്ന് എഴുതിയിരിക്കുന്നത്. ചുഴലിക്കാറ്റ്. और झील
पर जब वह नाव पर रहे थे तो वह सो गया और हाँ झील पर आंधी आई और नाव पानी से भरने लगी और वे जोखिम में पड़े थे। അപ്പോൾ അവര് ഈ ചുഴലിക്കാറ്റില് അലയാൻ തുടങ്ങി പ്രാണഭയത്തിലായി എന്നാ പറഞ്ഞ പ്രാണഭയത്തിലായി. उन्होंने जब जोखिम में पड़ा है तो उनका ऐसा जो भय छा गया है कि उनके हानि होने वाला है। അത് പക്ഷെ അത് മറിക്കല്ലേ, അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം 14 വാക്യം വായിക്കുമ്പോൾ प्रेरितों के काम 27-14 ആ 24 अध्याय उसके 14 आयत पढ़ेगा तो ആ വായിച്ചേ. കുറെ കഴിഞ്ഞിട്ട് അതിന് വിരോധമായി ഈശാനമൂലം എന്ന കൊടുങ്കാറ്റടിച്ചു. 24 27-14 27-14 27 अध्याय उसके 14 आयत में हम देखते हैं कि उसकी बात एक प्रचंड वायु आया। അവിടെ പിശാചിനറിയാം ഇവര് ബലിത്ത എന്ന ദേശത്ത് ചെന്ന് കയറിയാൽ അവിടെ ചില കാര്യങ്ങൾ നടക്കും. शैतान जानते हैं कि इन लोग अभी एक जगह पहुंचने वाला है, वहां जाएगा तो वहां कुछ काम होने वाला है। യോനായെ കുറിച്ച് പറയുമ്പോൾ യോനായെ വെള്ളത്തിൽ മൂക്കി കൊല്ലണവരാണ് പിശാചിന്റെ തന്ത്രം. योना के बारे में कहेगा तो वहां पर ऐसा है, हम देखते हैं कि योना को पानी में डुबा के मर डालने के लिए उसने योजना बनाया। ഉത്തര ഭാരതത്തിൽ ദൈവത്തിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാരെ, उत्तर भारत में परमेश्वर का सेवकाई करने वाला परमेश्वर के दास നീ लोग, ഒരു ഗ്രാമത്തിൽ ചെല്ലുന്നതിന് മുമ്പേ അവിടുത്തെ വാതിലടയ്ക്കാൻ പിശാചിന്റെ ശക്തി മനുഷ്യരൂപത്തിൽ വെളിപ്പെടും. तुम एक गांव में जाने के समय वहां पर तुम्हारे द्वारा वो काम ना होने के लिए शैतान कई तरीका से कई रूप में वहां पर प्रकट हो जाए। ജീവൻ വരെ അപകടത്തിലാകേണ്ട സംഭവങ്ങൾ ഉണ്ടാവും. तुम्हारे जीवन भी खतरनाक अवस्था में जाने का जो अवस्था शैतान बनाएंगे। ധൈര്യത്തോടെ നിന്ന് പോരാടിയാൽ അതിനെ തകർത്ത് നിന്നെ ജയിപ്പിക്കാൻ കഴിയുന്ന ശക്തി നിന്നിലുണ്ടാകണം. उस समय तुम हियाव के साथ खड़ा होकर आगे बढ़ेगा। आमीन। उसका ऊपर विजय प्राप्त करने के लिए जो परमेश्वर के सामर्थ्य तुझ पर हो रहा है। ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, वह चेलों को बुलाकर ऐसा कहा है। ലൂക്കോസ് 9 അധ്യായത്തിൽ അതിങ്ങനെ പറഞ്ഞു. लूका 9 आयत में हम देखते हैं 12 പേരെ ഒരിക്കൽ വിളിച്ചു. 12 लोगों को अपने पास बुलाया। അവിടെ വായിക്കുന്നത് ശ്രദ്ധിക്കണം. वहां पर जो पढ़ते हुए बातों को आप ध्यान देना। ഭൂതങ്ങളുടെ മേലുള്ള അധികാരം തരിക നിങ്ങൾക്ക്. वह दुष्ट आत्माओं के ऊपर अधिकार दिया। വ്യാധികളെ സൗഖ്യമാക്കണം. बीमारियों को दूर करने के लिए। അപ്പോൾ അത്ഭുതങ്ങൾ നടത്താനുള്ള ശക്തി അധികാരം കൊടുത്തവരെ പറഞ്ഞയച്ചു. जो चिन्ह चमत्कारों करने के लिए अधिकार उन्हें देखकर उन्हें भेजा है। ദൈവകൃപ ഉണ്ടായാൽ കാര്യങ്ങൾ നടക്കും. अगर परमेश्वर की अनुग्रह साथ में है तो सभी काम सफल हो जाएंगे। 10 രൂപയ്ക്ക് വേണ്ടി നീ കർത്താവിന്റെ വേലക്കിറങ്ങിയാൽ നീ തകർന്നു പോകും. अगर तुम पैसा के लिए परमेश्वर का सेवकाई को निकलेगा तो तुम नाश हो जाएंगे। ഭാര്യമാരുടെ ശാരീരിക സുഖത്തിന് വേണ്ടി നീ കർത്താവിന്റെ വേല ചെയ്യുന്നെങ്കിൽ നീ തകർന്നു പോവുകയുള്ളൂ. केवल शारीरिक चंगाई के लिए, शारीरिक सुखों के लिए तुम परमेश्वर का सेवकाई में उतरेगा तो तुम नाश हो जाएंगे। മരിക്കാൻ ഏൽപ്പിച്ചാൽ ജീവിക്കാൻ അനുവദിക്കും കർത്താവ്. आमें। अगर तुम मरने के लिए अपने आप को समर्पण करेगा तो तुम्हें जिलाने वाला, जीवित रखने वाला है परमेश्वर। എനിക്ക് 10 വയസ്സ് പ്രായമുള്ളപ്പോൾ യേശുവിനെ ഞാൻ കണ്ടു. जब 10वां उम्र में मैं यीशु मसीह को देखा है। 15 വയസ്സുള്ളപ്പോൾ യേശുവിനെ ഞാൻ കണ്ടു. 15 उम्र में मैं यीशु मसीह को देखा है। അത് കണ്ടതുകൊണ്ടും ദൈവം പറഞ്ഞതുകൊണ്ടും മരിക്കണമെന്നുള്ള ആഗ്രഹം ആ ക്രിസ്തുവിന് വേണ്ടി. उस समय परमेश्वर को देखा है और परमेश्वर मुझे बोला है, इसलिए मैं परमेश्वर के लिए मरने को निकला है। ഒരുപാട് അനർത്ഥങ്ങളും അപകടങ്ങളും എന്നെ തേടി വന്നു. कई सारे अनर्थ और कई सारे विपत्तियां में मुझे ढूंढ के आया। നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒക്കുമെന്ന് എനിക്കറിയത്തില്ല. अगर मैं बोलेगा तो आप विश्वास करेंगे क्या? ये मुझे मालूम नहीं है। നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവം കൃപ തന്നു. हम सोच नहीं सकते हुए सेवकाइयां करने के लिए परमेश्वर ने मुझे अधिकार दिया। അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കണ്ടപ്പോൾ എന്റെ മേളിൽ നിന്ന് എനിക്ക് വലിയ എന്നെ ഒതുക്കാൻ നോക്കി. आमीन। जैसे चिन्ह चमत्कार होने के समय मेरे ऊपर जो परमेश्वर की अनुग्रह है, इसलिए मुझे बहुत दबाने के लिए कोशिश किया।
എന്നെ ഇല്ലായ്മ വരുത്താൻ എന്റെ നേതാക്കന്മാർ തന്നെ എനിക്ക് വിരോധമായി എഴുന്നേറ്റു. मुझे खत्म करने के लिए, मुझे आगे ना बढ़ाने के लिए मेरा नेता लोग भी मेरा विरुद्ध में खड़ा हो गया। ക്രിസ്തുവിന് വേണ്ടി പിടിച്ചു നിന്നു. मसीह के लिए मैं स्थिर होके खड़ा हो गया। ഒരുപാട് പട്ടിണി കിടക്കേണ്ടി വന്നു. बहुत सारे समय में भूखा रहना पड़ा, എന്നാൽ ആ സമയങ്ങളിലെല്ലാം ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരികയാ. लेकिन उस समयों में मैं सेवकाई में बढ़ते बढ़ते आया। ഞാൻ വൽസാടിൽ ശുശ്രൂഷിക്കുമ്പോൾ वलसाड़ में जब मैं सेवकाई करने के समय എന്റെ ഒരു വിശ്വാസി സഹോദരി मेरा एक विश्वासी बहने ഒരു വിഷയത്തിൽ ആശുപത്രി അഡ്മിറ്റ് ആയി. एक विषय के लिए हॉस्पिटल में एडमिट हुआ। ഞാൻ ചെന്നു. मैंने उनके पास गया। അവള് മരിക്കുന്നത് 6 ഡോക്ടർമാരും നേഴ്സുമാരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. हमें 6 डॉक्टर और नर्स लोग वहां पर खड़ा होकर देख रहा है, वो मर रहा है। അവളെ എനിക്ക് തന്നതായത് കൊണ്ട് അവളെ മണ്ടലോട്ട് വീണ് ഒരു നിലവിളിച്ചു. हमें जब मैंने उनको देखकर उनके प्रेज़ द लॉर्ड मुंह पर गिरकर ऐसा मैं चिल्लाने लगा। ഇത് 88 കാര്യമാ പറയുന്നത്. 88 88 का बातें मैं कहता हूँ। ഇന്നും ജീവനോടുണ്ട്. आज भी वह जीवित रहता है। ഞാൻ ബോംബെയിൽ നിരോളിൽ ശുശ്രൂഷിക്കുമ്പോൾ मुंबई निरोल में मैं जब सेवकाई करने के समय എന്റെ ഒരു വിശ്വാസിക്ക് അപകടമുണ്ടായി. मेरे एक विश्वासी को ऐसा एक्सीडेंट हुआ है। സൈൻ ഹോസ്പിറ്റലിൽ അവരെ കൊണ്ടുപോയി. सैन हॉस्पिटल में ले गया। ഞാനും എബ്രഹാമിനും കൂടെ അവിടെ ചെന്നപ്പോൾ ഒരു ഇരുട്ടുമുറിയിൽ അദ്ദേഹത്തെ ഇട്ടിരിക്കുക. मैं और अब्राहम करके भाई हम दोनों जाके देखने के समय उन्हें एक अंधेरा कमरा में रखा। ബുക്കിനകത്ത് ഡോക്ടർ എഴുതി വെച്ചു മരിച്ചു എന്ന്. बुक में डॉक्टर ने ऐसा लिख के रखा है कि वो मर चुके हैं। അദ്ദേഹത്തിന്റെ മണ്ട വീണ് കരഞ്ഞു. उसके मुंह पर गिर के मैंने रोया। നോക്കിയപ്പോൾ കണ്ണനങ്ങുന്നു. ആ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കി. ഇന്ന് വിദേശത്ത് മക്കളുടെ കൂടെ പോയി ജീവനോടെ ഇന്ന് ന്യൂബോംബെ നെരോളിൽ ഉണ്ടായി പിസയില്. मैं उन्हें जब देखने के समय, रोने के बाद उन्हें देखने के समय उनके आगे हिलता है, तो उनको परमेश्वर जीवन दिया। आज भी वह जीवित है। विदेश में सब बच्चों के साथ जाकर आया है। अभी भी निरोल में जैसे आईपीसी कलीसिया के साथ है। ഇനി രോഗശാന്തിയുടെ കാര്യം പറഞ്ഞ ഒരുപാടുണ്ട്. अगर बीमारी का चंगाई के बारे में बोलेगा तो बहुत सारे संभव है। എത്രയും ശുശ്രൂഷയിൽ വർദ്ധിച്ചു വരുന്നു അത്രയും എന്നെ ഒതുക്കുകയാണ് പിശാച്. आमीन। कितना जो सेवकाई में बढ़ के आता है उतना तक शैतान मुझे दबा के आमीन रखता है। പുറകെ പോകത്തില്ല, പിന്മാറുകയില്ല. ഇതുവരെ सॉरी പിന്മാറുകയില്ല. ഇതുവരെ പിന്മാറിയില്ല. लेकिन अब तक पीछे मुड़ के जाने के लिए मौका नहीं हुआ है। ഒരുപാട് പേരെ കർത്താവിന് വേണ്ടി അങ്ങനെ നേടാൻ കൃപ തന്നു. वैसा ही कई लोगों को प्रभु के लिए लाने को प्रभु ने अवसर दिया। ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഷുഗർ കൂടി പ്രഷർ കൂടി ഒരു ഗുളി എടുക്കുന്നില്ല, ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട്. मैंने जो बोल चुका है कि मुझे बीपी और शुगर बढ़ते आया है, मैं कोई भी दवाई नहीं लेता हूँ, लेकिन बहुत सारे मीठा मैं खाता हूँ। ഒരു 2 ആഴ്ചക്ക് മുമ്പ് എന്റെ കാലിന്റെ മുട്ടും അടങ്ങത്തില്ല. 2 हफ्ता पहले मेरा जो घुटना अगर झुकने नहीं होते थे, ഞാൻ ആശുപത്രി ചെന്നാൽ അവര് പറയും സ്റ്റീലിന്റെ ബോണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പാഷണ കാലെ ഫിറ്റ് ചെയ്യാനെന്ന്. अगर मैं हॉस्पिटल में जाता है तो उन्होंने ऐसा कहेंगे, हमें स्टील का मैं एक बोर्ड बना के रखा है तुम्हारा पैर में लगाने के लिए। അവരെ കാണിച്ചുമില്ല, 10 പൈസ കൊടുത്തില്ല. ഈ വെള്ളിയാഴ്ച വൈകിട്ട് ഞാൻ മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചു. लेकिन उनके पास में गया नहीं, उन्हें अपना पैर भी नहीं दिखाया। ये शुक्रवार के दिन मैं घुटना टेक कर मैं प्रार्थना की। ഞാൻ നല്ലപോലെ കഠിന ജോലി ചെയ്യുന്ന ഒരാളാ. मैं अच्छे मेहनत करने वाला व्यक्ति हूँ। അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാന് ഉടുപ്പിട്ട് പണിതേച്ച ഉടുപ്പ് അയവള്ളിയെ തൂക്കിയിട്ടു. ആ പിറ്റേ ദിവസവും ആ ഉടുപ്പിട്ട് ഞാൻ പണിതു. हमें गया हफ्ता मैंने जैसा एक शर्ट पहन के जो काम किया है और उसके बाद वो निकाल के डाला है, और दूसरा हफ्ता वही शर्ट पहन के मैं और काम किया। അപ്പോൾ അത് വിയർത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ഈ കഴുത്തിന്റെ ഇവിടെ ഈ പെടലിക്ക് മുഴുവൻ അങ്ങ് ചൊറിഞ്ഞ് അങ്ങ് വലുതായി പുണ്ണുപോലായി. तो वही कपड़ा पहन के वापस काम करने के द्वारा मेरा गले के वहां पर खुजली आया, उसी के द्वारा जैसा 40 के समान आया। ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കുണ്ടായി. मुझे बहुत तकलीफ हुआ है। ഡോക്ടർക്ക് കാശ് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞു. मैं बोला है कि डॉक्टर को पैसा नहीं देंगे। ഡോക്ടർക്ക് എന്റെ ഭാഷയും കൊണ്ട് നീ നന്നാകണ്ടെന്ന് പറഞ്ഞു. डॉक्टर मेरा पैसा से आप बड़ा नहीं होना है।
ഒരു കുഴപ്പവുമില്ല, കർത്താവ് സൗഖ്യമാക്കി. लेकिन अभी देखो वहां पर कुछ भी तकलीफ नहीं है, परमेश्वर ने चंगाई किया। എന്തിനാ കുറച്ചു കാലം ജീവിച്ചിരുന്ന് ഇങ്ങനെ പോകുന്നത്? हमें कैसा भी थोड़ा दिन जीवित रह के ऐसा परमेश्वर का सेवकाई करके आगे എന്റെ बढ़े। ശബ്ദം കേൾക്കുന്നവരെ, നമ്മെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ, मेरे शब्द सुनने वाला प्रियो, हमारे बारे में परमेश्वर का एक योजना है, तो അതിന്റെ പുറകിൽ വെച്ച് തന്നെ നിന്നെ ഒതുക്കാൻ പിശാച് പ്ലാൻ ചെയ്യും. आमीन। उसका शुरुआत में भी तुम्हें दबा के कदम करने के लिए शत्रु कई सारे योजनाएं बनाएंगे। എന്റെ യേശു പറയുന്നു, കടലെ അടങ്ങുക, मेरा यीशु ने कहा है कि ये पानी थम जा, നീ ശാന്തമാകുക. हमें तो शांत हो जाओ। കാരണം ഇവൻ അക്കരെ ചെന്നാൽ ഗദർദേശത്തെ ഭൂതമിളകും. कारण ये है कि वह उस पार जाएगा तो वहां पर शैतान खड़ा हो जाएगी। അവിടെ 27-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഏതാ? ലൂക്കോസ് 8:27 വാക്യം. लूका 8वां अध्याय उसके 27 आयत में हम पढ़ते हैं, അവൻ കരയ്ക്ക് ഇറങ്ങിയപ്പോൾ ബഹുകാലമായി ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് വന്ന് എതിർപ്പെട്ടു. जब वह किनारे पर उतरा तो उस नगर का एक मनुष्य उसे मिला जिसमें दुष्टात्मा थी। അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കത്തില്ല. वह बहुत दिनों से ना कपड़ा पहनाता था। ഇന്ന് ഈ പെണ്ണുങ്ങളെയൊക്കെ ഈ ഇതിനകത്ത് ഫാഷൻ പരേഡിന് പോകുന്ന പെണ്ണുങ്ങളെ കാണുന്ന പോലെ ഇല്ലാതെ പോവാ. आज फैशन में देखते हुए जैसा जो लड़की लोग कैसा चलता है वैसा वो बिना कपड़ा का घूम रहा है। മനുഷ്യർ പട്ടണത്തിൽ വന്ന് അവരെതിരെ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെ വീട്ടിൽ പാർക്കാതെ ശവക്കല്ലറകളിലാണ് കിടക്കുന്നത്. ശവക്കല്ലറയിൽ क्योंकि वह बहुत दिनों से कपड़ा नहीं पहनाता था और ना घर में रहता था, वरन कब्रों में रह करता था। 29-ാം വാക്യം വന്നപ്പോൾ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകാൻ കൽപ്പിച്ചിരുന്നു. जैसे हमें 29 आयत में आने के समय वहां पर हम देखते हैं कि क्योंकि वह उस अशुद्ध आत्मा को उस मनुष्य से निकल जाने के लिए आज्ञा दे रहा था। അപ്പോൾ യേശു ഈ അക്കരയ്ക്ക് പോകുക എന്ന് പറയാൻ ഇറങ്ങുന്നതിന് മുമ്പ് അവൻ വെളിപ്പാട് കണ്ടതാണ്, ഇങ്ങനെ ഒരു സാത്താനെ ഇറക്കാനാണ് എന്നെ ദൈവം അയക്കുന്നത് എന്ന്. यीशु मसीह ने जब उस पर जाने के लिए निकला, उसी समय से उन्हें वो दर्शन पाया है कि वहां पर एक दुष्ट आत्मा है, उन्हें निकालने के लिए पिता परमेश्वर मुझे वहां भेज रहा है। ദൈവദാസന്മാർക്ക്, പ്രത്യേകിച്ച് എനിക്ക്, പോകുന്നിടത്ത് ചില തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ ദൈവ ആലോചന എനിക്ക് കിട്ടും. या प्रभु के दासों को या मुझे तो कई देश में भेजने के पहले जो वहां पर कुछ प्रॉब्लम है तो परमेश्वर वो बताएंगे। ശാസിക്കാൻ ദൈവം കൃപ തരും. वो डांटने के लिए परमेश्वर अनुग्रह देगी। ഒരു ദിവസം ഞാന് വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി. एक दिन मैं घर से जब निकल रहे थे, പെട്ടെന്ന് ഒരു തലവേദന വന്നു. अचानक मुझे सिर दर्द होने लगा। അപ്പൊ എനിക്ക് മനസ്സിലായി എന്തോ തടസ്സം മുന്നിലുണ്ടെന്ന്. तो मुझे मालूम पड़ा है कुछ तो रुकावट हो रहा है। ഞാൻ ഇച്ചിരി നേരം അവിടെ നിന്നു. मैं थोड़ा देर वहां खड़ा हो गया, 2 വാക്ക് പ്രാർത്ഥിച്ചു, ശാസിച്ചു. 2 शब्द प्रार्थना करके डांटा। ഞാൻ മുൻപോട്ട് ചെല്ലുമ്പോൾ मैं आगे जाने के समय ഭയങ്കര ഒരു മൂക്കമ്മാവിന്റെ മുന്നിലോട്ടാ ചെന്നത്. हमें बड़ा एक सांप के सामने में पहुंच गया। അത്രയും സമയം ഞാൻ അവിടെ നിന്നില്ലായിരുന്നു എന്ന് വരികിൽ, अगर उतना समय मैं उधर नहीं रुकता है तो, അതിന്റെ ദേഹത്താ കാല് വെക്കുന്നത്. क्योंकि उस सांप के ऊपर मैं पैर रखता था। ഇങ്ങനെ നിരവധി സംഭവങ്ങൾ പറയാനുണ്ട്. ऐसे कई सारे संभव मेरे जीवन में हो गया है, वो बताने അപ്പോൾ के लिए അവൻ അവിടെ വെച്ച് തന്നെ ശാസിച്ചു ഈ സാത്താനെ. उसने वहां पर भी खड़ा होके वो शैतान को डांटा है। അതാണ് അവിടെ വായിച്ചത്, അശുദ്ധാത്മാവിനോട് കൽപ്പിച്ചിരുന്നു. यहाँ पर इसलिए हम पढ़ते हैं कि हमें उस अशुद्ध आत्मा को हमें उस मनुष्य से निकलने के लिए आज्ञा दे रहा था। കഴിഞ്ഞ ദിവസം ഞാനൊരു ദർശനം കണ്ടു. सॉरी, ഒരു ദർശനം കണ്ടു. एक बार एक दर्शन देखा है। ഇന്നലെ ഞങ്ങൾ ആരാധന നടത്താനായിട്ട് പോയി. हम आराधना चलाने के लिए जा रहा है। അവിടുത്തെ സ്ഥിതി വളരെ മോശമാണ്. वहां पर जो आराधना चलाने के लिए गया है वहां की जो अवस्था बहुत खराब है। സാക്ഷിയുടെ സമയമായപ്പോ എന്റെ ഭാര്യ ആകപ്പാടെ അങ്ങ് വീർക്കുന്നത് പോലായി, ശരീരമെല്ലാം അങ്ങ് മരവിച്ചു, വല്ലാത്ത സ്ഥിതിയായി.
जैसे हमें गवाही के समय आ गया तो हमें परमेश्वर के पति का जो शरीर तो बहुत भूखे हुआ जैसा हो गया, बहुत परेशान में पड़ा है। എനിക്ക് കാര്യം മനസ്സിലായി. मुझे तो बातें समझ में आया। ശുശ്രൂഷിച്ചോണ്ടിരുന്നപ്പോൾ ആ ദുർശക്തിയെ ശാസിച്ചു. जब मैं सेवकाई कर रहा था उसी समय उस दुष्ट आत्मा को मैंने डांटा। കർത്താവ് ബലപ്പെടുത്തി അനുഗ്രഹത്തോടെ വീട്ടിൽ വന്നു. प्रभु ने हियाब दिया है और खुशी के साथ घर में लौटाया। ചില ശക്തികളെ കാണാൻ മുന്നമേ ദൈവമക്കൾക്ക് ദർശനം കൊടുക്കും. कुछ शक्तियों को देखने के लिए परमेश्वर पहले से उन्हें दर्शन देते हैं। ശക്തിക്കാ പ്രാർത്ഥിക്കേണ്ടതെന്നാ പറഞ്ഞത്. ആ ശക്തിക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്. हमें उसी शक्ति के लिए प्रार्थना करने को कहा है। അപ്പൊ ഈ മനുഷ്യനെ കടലിലുമൊക്കെ വനത്തിലൊക്കെ ഇങ്ങനെ ഓടിക്കുകയാണ്. हमें इस मनुष्य को वहां पर जंगलों में ऐसा बहाते रहता है। ആ മനുഷ്യന്റെ ദേഹത്തെ പിശാചിനെ കർത്താവ് ശാസിച്ചു. उस मनुष्य के शरीर के जो शैतान को यीशु मसीह ने डांटा। ഈശോ അത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ उस शैतान उस अशुद्ध आत्मा उनका शरीर से निकलने के बाद അതിന്റെ 29-ാം വാക്യത്തിൽ വായിക്കുന്നത് 29 वचन में हम पढ़ते हैं, അവൻ അശുദ്ധാത്മാവിനോട് वह अशुद्ध आत्मा से ആ മനുഷ്യനെ വിട്ടു പോകുവാൻ കൽപ്പിച്ചിരുന്നു. उस मनुष्य से निकलने के लिए आज्ञा दे रहा था। അവിടെ വെച്ച് തന്നെ ഈ കടലക്കരെ വെച്ച് തന്നെ കൽപ്പിച്ചതാണ്. क्योंकि इस समुद्र के उसी पार रहने के समय भी परमेश्वर ने उन्हें आज्ञा दी। യേശുവിനോട് ചോദിച്ചു നിന്റെ പേരെന്താന്ന് ചോദിച്ചു. यीशु ने उनसे कहा तेरा नाम क्या है? അവൻ പറഞ്ഞു ലെഗ്യോനാണെന്ന് പറഞ്ഞു. उसने कहा है कि आत्मा का बड़ा झुंड लेगियोन है कर। നമ്മള് പത്തിനെ കണക്ക് അനുസരിച്ച് ദശം എന്ന് പറയും. जैसे हमें 10 के अनुसार हम कहता है दशम। 100-നെ എന്തുവാ പെർസെന്റ് എന്ന് പറയും. 100-നെ പെർസെന്റ് 100 ശതമാനം. ആ സഹസ്രം എന്ന് പറയും 1000 എന്ന് വരും. जो सहस्र कहता है 1000 को। അപ്പൊ 6000 എന്നുള്ളതിന്റെ കണക്കാണ് ലെഗ്യോൻ എന്ന് പറഞ്ഞ. ये 6000 का एक संज्ञा है, उसको कहता है लेगियोन। എന്റെ യേശു പറഞ്ഞു ഞാൻ എന്റെ ദൈവത്തോട് പറയാമെങ്കിൽ ഒരു ലെഗ്യോനിലധികം ദൂതന്മാരെ അയച്ച് എനിക്ക് സംരക്ഷണം ചെയ്യുമെന്ന് പറഞ്ഞു. यीशु मसीह ने एक बार कहा है, मैं मेरे पिता से अगर कहूं तो वो एक लेगियोन से भी अधिक सेनाओं को भेजकर मुझे बचाएंगे। ലെഗ്യോൻ എന്ന് പറഞ്ഞ 6000 എന്നാ. ये लेगियोन का नाम मतलब ये है कि हमें 6000। അപ്പൊ ഈ 6000 ഭൂതമ ഒരാളെ കൊണ്ടാടുക്കുന്നത്. ये 6000 दुष्ट आत्मा एक व्यक्ति को घेर लिया है। അവിടെ പന്നികളുടെ ചെന്ന് കയറി. हमें उनके शरीर के जो शरीर में बैठा हुआ दुष्ट आत्मा है, सब वहां पे जो सुवरों के अंदर घुसे। ഭൂതം 2000 പന്നിയെ കൊല്ലാനിടയാക്കി. ये 6000 दुष्ट आत्मा 2000 सुवरों को मार डालने के कारण ഒരു പന്നിയെ കൊല്ലാൻ 3 ഭൂതം കൂടിയെങ്കിൽ 6000 ഭൂതം കയറിയ മനുഷ്യനെ എന്താ ഇത് കൊന്നുകളയാഞ്ഞത്? अगर एक सुवर को मार डालने के लिए 3 दुष्टात्मा से हुआ है तो ये 6000 जो दुष्टात्मा की सेना इस व्यक्ति के जीवन में रहने के समय क्यों उन्हें मर डालने की नहीं हुआ? ആവശ്യമുണ്ട്. प्रभु को उनका जरूर है। അവനെ കർത്താവിന് ആവശ്യമുണ്ട്. उस व्यक्ति प्रभु को जरूरी है, इसलिए परमेश्वर उन्हें बचाए। ദൈവദാസന്മാരെ നിങ്ങളെ ഉപയോഗിക്കുമ്പോൾ ചിലർ ക്രിസ്തുയേശുവിലേക്ക് വരുമ്പോൾ നിങ്ങളെ കർത്താവിന് ആവശ്യമുണ്ട്. ये परमेश्वर के दासों प्रियो, आप परमेश्वर के लिए काम करने को चाहेंगे, आप जो परमेश्वर के लिए बहुमूल्य। ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ഉത്തരവാദിത്തത്തിലാക്കിയത്. परमेश्वर आपको इस्तेमाल करने के लिए आपको एक स्थान देके खड़ा किया। അവരുടെ രാജാക്കന്മാരെ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കുമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് കൊണ്ടാണ് ദൈവദാസന്മാരെ തല്ലിച്ചതയ്ക്കുന്നവര്. हमें उनके राजाओं को, उनके हकीमों को ऐसा जंजीरों से बांध लूका करके जो वचन में लिखा है, इसलिए परमेश्वर अपने दासों को भेजता है उस काम के लिए। ദൈവം അത് ചെയ്തിരിക്കും. परमेश्वर के सामर्थ्य को प्राप्त किया जाए, परमेश्वर आपके द्वारा वो काम करेंगे। ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നത് കർത്താവേ എന്നെ അയക്കണമേ എന്നാ. मैं आज भी यही प्रार्थना करता हूँ कि हे परमेश्वर मुझे भेजना।
കഴിഞ്ഞ കാലങ്ങളിൽ അയച്ചതുപോലെയല്ല ദൈവത്തിന്റെ കൃപയോടെ ചിലരെ ഇരുമ്പ് ചങ്ങലയാൽ ബന്ധിക്കപ്പെടുന്ന അധികാരത്തോടെ അയച്ചാൽ ഞാൻ പോകാം. गया दिनों में भेजा हुआ जैसा नहीं कि कुछ अधिकारियों को हमें शैतान के अधिकारियों को हमें बांधने के लिए जंजीरों से बांधने के लिए उस अधिकार के सामर्थ्य के साथ मुझे भेजे, मैं जाऊंगा. ഒരു പക്ഷെയെങ്കിൽ ആ ശുശ്രൂഷ നടക്കാതിരിക്കാനായിരിക്കും എന്നെ ഇന്നത്തെ ഈ കഷ്ടതയിലിട്ടിരിക്കുന്നത്. शायद वैसा ही सेवकाइया ना होने के लिए मुझे आज इस तकलीफ में डाला हुआ. ദൈവകൃപ പ്രാപിക്കുന്നതിന് മുമ്പേ സാത്താൻ ചില തടസ്സങ്ങൾ കൊണ്ടുവരും. परमेश्वर कुछ काम करने के पहले शैतान कुछ ना कुछ रुकावटें हमारे जीवन में ले आएंगे. ബൈബിളിലെ ഏത് ചരിത്രമെടുത്താലും ആ ചരിത്ര പുരുഷന് പുറകിൽ ഒരു പൈശാചിക ശക്തിയുണ്ട്. बाइबल में कोई भी अगर व्यक्ति को आप चुने, वो इतिहास बनाया हुआ जो व्यक्ति है उनके चरित्र पढ़ेगा तो उनके पीछे ऐसा एक संभव होगा. യേശുവിന്റെ ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പേ യോഹന്ന സ്നാപകനെ ദൈവം നീക്കി അവിടുന്ന്. आमीन. यीशु मसीह के सेवका ये शुरू होने के पहले बपतिस्मा देने वाला योहन्ना को वहां से हटा दिया. യോഹന്ന സ്നാപകന്റെ ശുശ്രൂഷ മറ്റൊരു തരത്തിലാണ്. യോഹन्ना बपतिस्मा देने वाला का सेवका दूसरे एक तरीका से थे. രണ്ടുപേരുടെ ശുശ്രൂഷയും ഒരുപോലെ പോകത്തില്ല. दोनों का सेवका एक ही तरीका से नहीं हो जाएंगे. അതുകൊണ്ട് യോഹന്നാനെ തടവിലുമാക്കി യോഹന്നാന്റെ ശിരച്ഛേദം നടത്തി. इसलिए യോഹन्ना को बंदी गृह में डाला, उनके सिर काट दिया. എന്നാൽ യേശു തമ്പുരാൻ ശുശ്രൂഷ ആരംഭിച്ചു. तभी यीशु मसीह ने अपने सेवका यह शुरू की. യേശുവിന്റെ ശുശ്രൂഷ അതിമഹത്തമായി കൊണ്ട് നടന്നു. यीशु मसीह अपने सेवकाइयों से आगे बढ़ते गया है. അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും വീര്യപ്രവൃത്തിയോടും കൂടെ യേശു പ്രവർത്തിച്ചത്. आमीन. यीशु मसीह अपने आमे सामर्थ्य के द्वारा चिन्ह चमत्कार करते गया. പത്രോസിനോട് കർത്താവ് പറഞ്ഞിരുന്നു, पत्रोस से भी यीशु मसीह ऐसा कहा है, ഞാൻ ചെയ്തതിലധികം ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞു. मैंने जो काम किया है उससे भी अधिक काम है तेरे द्वारा ही कराए. പത്രോസ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചു പോകുമ്പോൾ पत्रोस पवित्र आत्मा से भरकर जाने के समय അവിടെ കുളത്തിന്റെ അരികിൽ ഒരുത്തൻ കിടന്ന് ഭിക്ഷ യാചിക്കുന്നു. वहां पर एक व्यक्ति आमीन जो भीख मांग रहा है. ഞങ്ങൾക്ക് പൊന്നും വെള്ളിയൊന്നും തരാനില്ലെന്ന് പറഞ്ഞു. पत्रोस ने कहा, हमारे पास सोना चांदी तो नहीं है. ഒരു ശക്തിയുണ്ട്, അത് ഞങ്ങളുടെ യേശു വാഗ്ദത്തം ചെയ്ത ശക്തിയാണ്. आमीन. हमारे पास एक सामर्थ्य है जो हमारा प्रभु यीशु मसीह हमें दिया हुआ एक अभिषेक है. ഞങ്ങളെ നോക്കെന്ന് പറഞ്ഞു. हमारे और देखने के लिए कहा. നോക്കിയപ്പോൾ പറഞ്ഞു, നിന്റെ കൈ ഇങ്ങോട്ട് നീട്ടെന്ന് പറഞ്ഞു. देखने के समय वो कहा, तुम्हारा हाथ को आगे बढ़ाओ. പത്രോസിന് മേൽ ഉണ്ടായിരുന്ന ആത്മാവിന്റെ വ്യാപാര ശക്തി ആ മുഴുവനായ മനുഷ്യന്റെ മേൽ വന്നു. जो पत्रोस के शरीर में जो हमें भर गया था, पवित्र आत्मा का उसी सामर्थ्य उस मनुष्य के शरीर में प्रकट हुआ. അവൻ 40 വയസ്സുള്ളവനായിരുന്നു. और कम से कम 40 उम्र वाले थे. ഒരു പ്രാവശ്യം ജോയ് പാസ്റ്റർ പ്ലാറ്റ്ഫോമിൽ ആ കാര്യം പറഞ്ഞതാ. एक बार जो पास ने इस बातों को इस प्लेटफॉर्म में कहा है. അവന്റെ കയ്യിൽ उनके जो हड्डियों में प्रेस लॉर्ड जो सामर्थ्य बलवंत आया. സൗഖ്യമായി എന്ന് കണ്ടപ്പോൾ പുരോഹിതന്മാരിളകി. जब उन्हें चंगाई मिल गया, वो बातें देख के वहां के याचक लोग खड़ा हो गए. ഞങ്ങളുടെ പള്ളി വിട്ടു പോകരുത്, ജോയ് പാസ്റ്റർ പറഞ്ഞ, ഞങ്ങളുടെ പള്ളി വിട്ടു പോകരുത്, ഞങ്ങൾ ബിരിയാണി തരാമെന്ന് പറഞ്ഞു. हाँ प्रेस लॉर्ड, हमारा जगह छोड़ के मत जाना, हम तुमको बिरयानी देंगे करके उन लोग बोलने लगा. ഇനി നിന്റെ ബിരിയാണി വേണ്ട, എന്റെ ഹരിയാണി ഉറച്ചെന്ന് പറഞ്ഞു. उसने ऐसा कहा है कि तुम्हारा बिरयानी का मुझे जरूरत नहीं है, मेरे हड्डियों में हियाब आ गया है करके कहा. ദൈവജനം ആത്മശക്തി പ്രാപിക്കണം. परमेश्वर के लोग वैसा ही सामर्थ्य से बढ़ जाना ദൈവജനം चाहिए. ആത്മശക്തി പ്രാപിക്കണം. परमेश्वर के लोग आत्मा के सामर्थ्य से അത് बढ़ना चाहिए. കുത്തിയിരുന്ന് പ്രാപിക്കുന്ന ശക്തിയാണ്. आमीन. जो बैठ के परमेश्वर से प्राप्त करने वाला वो सामर्थ्य. ദൈവകൃപയുണ്ടെങ്കിൽ ശത്രു മാറിപ്പോകും. परमेश्वर के अनुग्रह हमारे साथ है तो शत्रु हमसे भाग जाएंगे. ശത്രു മാറിപ്പോകണമെങ്കിൽ നമ്മൾ കക്ഷത്തിലാകണം. हमें शत्रु अगर हमें भाग जाना है तो हमारे जीवन में ऐसा परेशानी आना चाहिए. യിരെമ്യാവിന് വലിയ കാര്യം ചെയ്യാനുണ്ട്. यिर्मयाह को बड़े बड़े कार्य करना चाहिए था. പക്ഷേ കാരാഗ്രഹത്തിലും കാവലപുരമുറ്റത്തും ബന്ധിക്കപ്പെട്ടേ കഴിയത്തുള്ളൂ. लेकिन वो बंदी गृह में और जो सिपाहियों के अधीन में हमें कैदी बनकर रहना पड़ा है. ഏലിയാവിന് വൻകാര്യം ചെയ്യുവാനുണ്ട്. एलिय्याह को बड़े बड़े कार्य करने के था. ഒരു വിധവയുടെ വീട്ടിൽ പാർത്തേ മതിയാകുള്ളൂ. एक विधवा के घर में रहना जरूरी था. ദാനിയേലിന് വൻകാര്യം ചെയ്യുവാനുണ്ട്. दानियेल को बड़े बड़े कार्य करना चाहिए था. എന്നാൽ സിംഹത്തിന്റെ ഗുഹയിൽ വീണേ മതിയാകുള്ളൂ. उनको शहरों की गुफा में गिरना पड़ेगा.
കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്ന ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, ആദ്യം തന്നെ കഷ്ടം സഹിക്ക്, പിന്നെ ദൈവത്തിന് വേണ്ടി ചെയ്യ്. परमेश्वर के सेवकाई के लिए निकलने वाला परमेश्वर के दासों और दासियों, आप परमेश्वर के कामों को करने के लिए निकलेगा तो पहले अपने जीवन में उस अनुभव को प्राप्त करना चाहिए, उसी क्लेशों में होकर जाना पड़ेगा। ഒരു ചെറിയ അസുഖം വരുമ്പോൾ ഡോക്ടറിലേക്ക് ഓടിച്ചെല്ലും. हमें एक छोटा से तकलीफ होएगा तो हमें भाग जाता है, അവരവിടെ കൊണ്ട് മുതലെടുക്കും. डॉक्टर के पास जाता है, डॉक्टर उससे बहुत फायदा उठाता है। എന്റെ ഒരു ചെറിയ ബന്ധുവാണ് വൽസാഡിലെ സജി പാസ്റ്ററുടെ ഭാര്യ. हमें मेरा एक रिश्तेदार है, हमें वलसाड़ का जो सजी पास्टर की पत्नी, കൊറോണ കാലത്ത് അവളെ കൊന്നതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? हमें कोरोना के समय में उनको वो लोग मर डाला है करके मैं बोलेगा तो आप लोग विश्वास करेंगे क्या? ഈ ലോകത്തിന് ദുഷ്ടന്മാർ ദുഷ്ടത പ്രവർത്തിക്കും. ये दुनिया में दुष्ट लोग अपना दुष्टता का काम करते रहेंगे। എന്നെ മരുമോള് പ്രസവിക്കാതിരിക്കാൻ കാരണക്കാരായ ഡോക്ടറെ ദൈവം തമ്പുരാൻ സന്ദർശിച്ചു. आमेन। पास्टर के जो बहू है, आमेन, उसको बच्चा ना होने के लिए काम किया हुआ एक डॉक्टर था, उसको परमेश्वर ने आमेन पकड़ा है। അവള് 2 പ്രാവശ്യം ഗർഭം ധരിച്ചതാണ്. वो 2 बार आमेन गर्भवती हुई थी। 2 പ്രാവശ്യം ആ ഡോക്ടർ നാശം ചെയ്തു. दोनों बार वो डॉक्टर ने उसको आमेन अबॉर्शन कर दिया। ജീവനുള്ള ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. जिंदा परमेश्वर से मैं प्रार्थना करना ഞാൻ അറിഞ്ഞു ഡോക്ടർ ജയിലിലുമാണ്, ഹോസ്പിറ്റലിൽ പൂട്ടി. हमें मुझे मालूम पड़ा है कि वो डॉक्टर कैदी खाने में गया, जेल में गया है, और हॉस्पिटल बंद कर दिया। പ്രതികാരത്തിന്റെ ദൈവമേ എഴുന്നേൽക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞുവെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം. हमें जो बलवा करने वाला या प्रतिबल देने वाला परमेश्वर खड़ा हो जाए करके जो भजन संगीत वाला कहा है, तो हम भी उनके साथ कहेंगे। വരുന്നതിന് മുമ്പേ ശാസിച്ചു ആ ഗദർദേശത്തെ ഭൂതം വിട്ടുപോകാൻ. प्रभु यीशु मसीह वहां पर से निकलने के पहले गद्रदेश के दुष्टात्माओं को डांटा है उस आदमी का शरीर से निकल जाने के लिए। അതുകൊണ്ട് കടലിൽ മുക്കി കൊല്ലാൻ പ്ലാൻ ചെയ്തു. आमेन। जो यीशु मसीह को उस समुद्र में डुबा के खत्म करने के लिए शत्रु ने योजना बनाया। സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ കാറ്റിനെയും കോളിനെയും ശാന്തമാക്കുന്നതും ഇളക്കുന്നതും ദൈവമായതുകൊണ്ട് കാറ്റിനെയും കോളിനെയും ശാസിച്ചു. भजन संगीत वाला कहा, जैसा आमे आंधी तूफान को खड़ा करने वाला, उसको थाम करने वाला परमेश्वर है, इसलिए परमेश्वर ने उन्हें डांटा। ഇന്ന് രാവിലെ ഒന്ന് ദൈവശക്തി പ്രാപിക്കാൻ തയ്യാറാകാമോ? आज सुबह परमेश्वर के सामर्थ्य को प्राप्त करने के लिए आप तैयार हो जाएंगे। സഹിക്കാൻ തയ്യാറാകാമോ? तकलीफ उठाने के लिए आप तैयार हो जाएंगे। എന്തുകൊണ്ട് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പ്രസംഗിച്ചു എന്ന് എനിക്കറിയത്തില്ല. आज इसी प्लेटफॉर्म में ऐसा भाषण क्यों दिया है मुझे मालूम नहीं। ചിലരെ ധൈര്യപ്പെടുത്താനായിരിക്കും, हमें कुछ लोगों को हियाव देने के कारण होगा। ഇപ്പൊ ചിലരെ കർത്താവ് രക്ഷിക്കാനായിരിക്കും, हमें कुछ लोगों को बचाने के लिए परमेश्वर का योजना होगा। ചിലരെ ദൈവം ഉപയോഗിക്കാനായിരിക്കും. कुछ लोगों को परमेश्वर इस्तेमाल करने के लिए होगा। ഏതായാലും ഈ വചനത്തിന് മുമ്പിൽ ദൈവത്തിനൊരു പ്ലാനുണ്ട്. लेकिन हमें कुछ भी हो, ये वचन के लिए परमेश्वर का कुछ योजना है। ഈ വചനത്തിന് മുമ്പിൽ ദൈവത്തിനൊരു പദ്ധതി തയ്യാറാക്കാനുണ്ട്. इस वचन से परमेश्वर को कोई कार्य करने के लिए है। വിശ്വസിക്കുക. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. विश्वास करे, परमेश्वर हमें सहायता करे। ജോയ് പാസ്റ്ററെ ട്രാൻസ്ലേഷൻ ചെയ്ത് വളരെ നന്ദി. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രസംഗിക്കുന്നതോ കേൾക്കുന്നതോ ട്രാൻസ്ലേഷൻ ചെയ്യുന്നതോ അത് ദൈവത്തിന്റെ നാമമഹത്വത്തിനാണ്. സർവ്വദയാലുവായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മളോടുകൂടെ ഇരിക്കുമാറാകട്ടെ.